വന്നടാ. ജാസിൻ ജാഫറിന്റെ ഒരു ഫാനാണ് ഞാൻ. ജാസിൻ ഐ ലവ് യു. എന്റെ പെണ്ണെ ഇപ്പൊ എനിക്ക് കാണണോ? ജാസ്മിനെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ബിഗ് ബോസ് ഓൺ ചെയ്യുന്നത്. അണ്ണനാണെങ്കിലോ എനിക്കറിയില്ല, എന്തൊരു ഇഷ്ട കുട്ടിയോട്. ഓ, എനിക്ക് സന്തോഷായി. ജാസ്മിനെ പുറത്താക്കരുത് ഗൈസ്, ജാസ്മിനെ പുറത്താക്കി രണ്ടടുത്തടിച്ച് ചാകും ഗൈസ്, രണ്ടടുത്തടിച്ച് ചാകും. നല്ല മൂത്തനാണല്ലേ. അപ്പോ സീക്രട്ടറി ഏജന്റ് സായിനെ കുറിച്ച് പറയാം. എല്ലാരും വിളിച്ചു. സായി നമ്മൾ കാറിനകത്തിരുന്ന് വർത്താനം പറയപ്പോ ഇയാൾക്ക് എന്താണ് വയ്യേ? ഭയങ്കര കുറ്റങ്ങൾ പറയുന്നു, അത് പറയുന്നു നിഷ്കളങ്കനായിട്ട് പാവത്താനെ പോലെ ഇരിക്കുന്നു ഗൈസ്. അപ്പൊ ഒതുങ്ങിയാണ് വർത്താനം പറയുന്നത്. എല്ലാ ഫ്രെയിമിലും സായി ഉണ്ടാവും. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തില്. ഇത് ഫ്രെയിമിൽ കയറാൻ വേണ്ടിയിട്ടാണെന്ന് അറിയാൻ പാടില്ല, എങ്കിലും ആൾക്കൂട്ടം കാണുമ്പോൾ സായി ഓടിച്ചെല്ലും. അവന്റെ മാസ്റ്റർ പീസാണ്, അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. സായിയുടെ ലുക്ക് വൈസ് ആണെങ്കിലും ഒരു വെള്ള മുടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഗംഭീരമാണ്. ശരിക്കും ബിഗ് ബോസ് ആണല്ലോ. ജാസ്മിനെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ബിഗ് ബോസ് ഓൺ ചെയ്യുന്നത്. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.